ഈ വീഡിയോയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മനോഹരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ടേബിളിൻ്റെ ഗ്ലാസ് ചേഞ്ച് വരുത്താനുണ്ടായ കാരണം അതിൻ്റെ താഴെ നിറയെ പൂപ്പലും അതുപോലെ മാറാല കെട്ടുന്നതും എല്ലാം മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഒരു വെളുത്ത കളറുള്ള പൂപ്പലാണ്, നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾ ആരെങ്കിലും വന്നിരിക്കുമ്പോഴൊക്കെ അത് കാണുമ്പോൾ നമുക്ക് മാറാലൊക്കെ ആണെങ്കിൽ തട്ടിക്കളയാം. പക്ഷേ ഈ പൂപ്പിൽ നമുക്ക് എങ്ങനെയും തുടച്ച് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊരു ചേഞ്ച് എങ്ങനെ വരുത്തുകയെന്ന് ഞാൻ നോക്കിയപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. ടേബിളിനൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന, നമ്മൾ കാറിന് സ്റ്റിക്കർ ഒട്ടിക്കില്ലേ, അത് ആളുകൾ തന്നെയാണ് ഇതിന് ഒട്ടിക്കുന്നത്. അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ വീട്ടിൽ വന്ന് ഒട്ടിച്ച് തരികയാണ് ചെയ്തത്. എല്ലാം നല്ല വൃത്തിയിലാണ് അവർ ചെയ്തത് കേട്ടോ. വൈറ്റ് കളറാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ക്രീം കളറ്, മെറൂൺ കളറ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമുള്ളത് മെറൂൺ കളറാണ്. ഞാൻ വേറെ ടേബിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലിഷ്ടപ്പെട്ടത് മെറൂൺ കളറാണ്. ക്രീം കളറൊക്കെ ഇതിനെക്കാട്ടി ഒന്നും കൂടി നന്നായിരിക്കും. ഇതൊരു പച്ച ഷെയ്ഡാണ് കാണിക്കുന്നത്. എന്നാലും ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിന് 2200 രൂപയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല നല്ല ഫിനിഷിങ്, നല്ല നല്ല ഭംഗി, നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ താഴെയുള്ള പൂപ്പലോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇത് കാണിക്കുന്നില്ല. നമുക്ക് നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയായി കാണുന്നുണ്ട്. മാർബിൾ പീസ് പോലെ, ഗ്രാനൈറ്റ് പീസ് പോലെ പല കളറ് സ്റ്റിക്കറുകളും ഉണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഈ മെറൂൺ കളറ്, ക്രീം കളറ്, വൈറ്റ് കളറ് എന്നൊക്കെ പറയുന്നത് മുകളിൽ ഒരു വൈറ്റ് കളറിൻ്റെ പാറ്റേൺ തന്നെയാണ് നമ്മൾ കാണുക. പക്ഷേ അതിൽ ചെറിയ ചേഞ്ചസ് വരും കളറിൽ. ഇത് കണ്ടില്ല, ഒരു ഗ്രീനിഷ് കളറാണ് വരുന്നത്. അതുപോലെ ക്രീമിൻ്റെ ഒരു ചെറിയ ഷാഡോ വരും. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെറൂണാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. അവർ വെക്കുന്നതും സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തിട്ട്. ടേബിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യട്ടോ. നല്ല രസമുണ്ട് ഇത് ചെയ്തിട്ട്. നല്ല സ്റ്റാൻഡേർഡ്, നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് മേടിക്കാതിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാറാല കെട്ടുന്നത്, ഈ മാറാല കെട്ടുന്നത് നമുക്ക് കളയാം, പക്ഷേ പൂപ്പൽ പിടിക്കാൻ നമുക്ക് എങ്ങനെയും കളയാൻ കഴിയില്ല, അത് തെളിഞ്ഞ് കാണും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് നിങ്ങൾ മേടിക്കാതിരിക്കുക. അതേ ഇതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ. പിന്നെ ഇനി അങ്ങനെ മേടിച്ച് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുക. ഈ സ്റ്റിക്കർ പോരുന്ന പ്രശ്നം അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറേ കാലമായി ഇപ്പോൾ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവർ 2 പേരാണ് വന്നത്. അവർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഇതെല്ലാം തീർത്ത് അവർ പോയിട്ടോ. അന്ന് അത് കമിഴ്ത്തി വെച്ച് അത് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസമാണ് അത് നിവർത്തിയിട്ടത്. ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ അയച്ചു തരുന്നതാണ്. ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു സ്റ്റിക്കറാണ്, ഇത് നമുക്കും ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ യൂസ്ഫുള്ളായ വീഡിയോസ് ഇനി ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.